ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലൊക്കെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്ത് നമ്മൾ പെട്ടുപോകുന്ന ചില റീചാർജ് പാക്കുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അധികവും ഡെയിലി ലിമിറ്റ് ഇല്ലാത്ത ഡാറ്റ ഇല്ലാത്ത റീചാർജ് പാക്കുകൾ ചെയ്തിട്ടായിരിക്കും പെട്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 199 രൂപയുടെ റീചാർജാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നിലവിൽ ടോട്ടൽ 2 GB അൺലിമിറ്റഡ് കോളും ആണ് വരുന്നത്. നമ്മൾ ഗൂഗിൾ പേയിൽ ചില സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഡെയിലി 2 GB ഉള്ള ഒരു പാക്കാണെന്ന് കരുതിയിട്ട് അധിക പേരും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് അധിക പേരും കുടുങ്ങിയിട്ട് മൊബൈൽ ഷോപ്പുകളിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്തായിരിക്കും ഇതിന് ഡെയിലി 2 GB വരുന്നില്ല, ടോട്ടൽ 2 GB ആണെന്ന് മനസ്സിലാവുന്നത്. പിന്നീട് നമുക്ക് ഡെയിലി ആഡ് ഓൺ പാക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ഇതുപോലെ നമുക്ക് ഒരുപാട് പാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഓരോ പാക്കുകളും വിശദമായിട്ട് നോക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ 199 എന്ന് പറയുന്ന പാക്ക് VIയിലും എയർടെല്ലിനും വരുന്നത് അൺലിമിറ്റഡ് കോളിങ്ങും ഡെയിലി 2 GB അല്ല ടോട്ടൽ 2 GB വരുന്ന പാക്കാണ്. അധിക പേരും പെട്ടുപോകുന്ന ഒരു പാക്കാണ് ഇത്. ജിയോയിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഡാറ്റ ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ VIയും എയർടെല്ലും ആണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ടോട്ടൽ 2 GB അൺലിമിറ്റഡ് കോളും 28 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ VIയിൽ വരുന്ന മറ്റൊരു പാക്കാണ് ആഡ് ഓൺ പാക്കാണ് 208 രൂപയുടെ പാക്ക് എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഈ റീചാർജ് കഴിയാൻ നേരത്ത് 5 ദിവസമോ 10 ദിവസമോ ഒക്കെ ഉള്ള സമയത്ത് VIയിൽ ചെയ്യാറുണ്ട്. ഈ 208 എന്ന് പറയുന്ന പാക്ക് ചെയ്ത് കുടുങ്ങി പോകാറുണ്ട്. 30 ദിവസത്തെ വാലിഡിറ്റി എന്നായിരിക്കും ഈ ഒരു പാക്കിൽ കാണുന്നത്. പക്ഷേ ഈ റീചാർജ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാറില്ല. താഴെയായിക്കൊണ്ട് നമുക്ക് നോ സർവീസ് വാലിഡിറ്റി എന്ന് കൂടെ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ഒരു പാക്ക് കഴിയാൻ നേരത്ത് ചിലപ്പോൾ 5-10 ദിവസമുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഒരു 30 ദിവസത്തെ പാക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 208 ഒരു പാക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡാറ്റ മാത്രമായി 28 ദിവസം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് 208 ഡെയിലി ഡാറ്റ ടോപ്പ് പാക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു റീചാർജ് കഴിയുന്നതിന് മുന്നേ നമ്മൾ 208 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഡാറ്റ മാത്രമായുള്ള പാക്ക് നമുക്ക് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് 208 രൂപ റീചാർജ് ചെയ്യാറുണ്ട്. ഈ ഒരു ക്യാഷ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സർവീസ് വാലിഡിറ്റി ഉള്ള സമയം വരെ 5 ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ ഈ ഒരു 5 ദിവസം മാത്രമേ കിട്ടുള്ളൂ. ബാക്കി ദിവസം നമുക്ക് ലഭിക്കില്ല. അടുത്ത റീചാർജ് ചെയ്യുന്ന സമയത്തും അതിലേക്ക് ഈ പാക്ക് കയറിയില്ല. ആ ഒരു 5 ദിവസത്തോട് കൂടിയിട്ട് നമുക്ക് 208 രൂപ കഴിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലുള്ള പാക്കുകൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഷോപ്പുകളിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. VIയിൽ തന്നെ 179 രൂപയുടെ റീചാർജ് വരാറുണ്ട്. 179 അതുപോലെ 189 പോലെയുള്ള പാക്കുകൾ വരാറുണ്ട്. ഇത് സ്പെഷ്യൽ ഓഫർ ഉള്ളവർക്ക് മാത്രമായിരിക്കും. അതിലും ഇതുപോലെ തന്നെ നമുക്ക് ഡാറ്റ ലഭിക്കില്ല. ഡാറ്റ ചിലപ്പോൾ 1 GB ആയിരിക്കും ലഭിക്കുന്നത്. അൺലിമിറ്റഡ് കോളിൻ്റെ പാക്കുകളാണ്. ഡാറ്റയിൽ ഏറ്റവും കുറഞ്ഞത് 249 വരുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ ഉള്ളവർക്ക് 249 ഡെയിലി 1 GB 28 ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് അൺലിമിറ്റഡ് കോളും വരുന്ന 249 രൂപ റീചാർജ് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 299 ആണ്. നോർമലി നമുക്കിത് ഡെയിലി 1 GB ആണ് 299 ലഭിക്കുന്നത്. ഓഫർ ഉള്ളവർക്ക് 1.5 GB ഡാറ്റയും ലഭിക്കുന്നുണ്ട്. ഇനി എയർടെലിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. 199 ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് എയർടെലിൽ വരുന്നത്. നമുക്ക് വാലിഡിറ്റി ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 199 രൂപ റീചാർജ് ചെയ്യണം. ഈ ഒരു 199 ചെയ്യുന്നത് കോളിങ്ങിന് മാത്രമുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഡെയിലി ഡാറ്റ നമുക്ക് ലഭിക്കില്ല. ലിമിറ്റഡ് ആണ്. 2 GB നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ കിട്ടുള്ളൂ. 2 GB കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഡ് ഓൺ പാക്കുകൾ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ഓൺ പാക്കുകളിൽ വരുന്ന മറ്റൊരു പാക്കാണ് 211 എന്ന് പറയുന്ന പാക്ക്. അധികം പേരും ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം ബാക്കിയുള്ള സമയത്ത് നമ്മൾ 211 രൂപ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തെ വാലിഡിറ്റി എന്നായിരിക്കും കാണിക്കുന്നത്. ആ ഒരു വാലിഡിറ്റി നമുക്ക് സിം വാലിഡിറ്റി ആയിട്ട് കിട്ടില്ല. ആ ഡാറ്റ നമ്മളെ ഫോണിലുണ്ട് എങ്കിൽ 199 റീചാർജ് ആണ് ചെയ്തത് എങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് 211 ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെയിലി ലിമിറ്റ് ഡാറ്റ അതിൻ്റെ കൂടെ ഡെയിലി ലിമിറ്റുള്ള ഡാറ്റയാണ്. ഡെയിലി 1 GB കിട്ടുന്ന ഒരു പാക്കാണ് 211 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 199 കൂടെ ഈ 211 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 1 GB വെച്ച് കിട്ടും. നമ്മൾ മാറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ആഡ് ഓൺ പാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് 2 GB തികയുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള പാക്കുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കലും നമ്മൾ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ആഡ് ഓൺ പാക്കുകൾ ചെയ്യരുത്. അതുപോലെ തന്നെ സിം വാലിഡിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ടോപ്പ് അപ്പ് പോലെയുള്ള പാക്കുകൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ 181 പാക്കുണ്ട് എയർടെല്ലിൽ വരുന്നത്. അത് 15 GB ഡാറ്റയാണ് 30 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട്. ഒരു 30 ദിവസത്തെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വാലിഡിറ്റി റീചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പാക്കിന് ഈ ഒരു 30 ദിവസം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുന്നേ ചെയ്ത ആ ഒരു വാലിഡിറ്റി പാക്കിൻ്റെ വാലിഡിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഈ ആഡ് ഓൺ പാക്കിൻ്റെ വാലിഡിറ്റി നമുക്ക് ലഭിക്കില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതുപോലെ വരുന്ന ഒരുപാട് ആഡ് ഓൺ പാക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു കോൾ ചെയ്യാനുള്ള പാക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. കോളിംഗ് ഉള്ള പാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ ആഡ് ഓൺ പാക്കുകൾ നമ്മളെ ഫോണിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകും. ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ക്യാഷ് പേയ്മെൻ്റ് ആവും, പക്ഷെ നമുക്ക് റീചാർജ് കയറില്ല. അങ്ങനെ പണം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പിന്നീടാണ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നീട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ആഡ് ഓൺ പാക്ക് ആണെന്ന്. അപ്പോൾ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ ഫോണിൽ ഒരു വാലിഡിറ്റി റീചാർജ് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ആഡ് ഓൺ പാക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ജിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുപോകുന്ന ഒരു പാക്കാണ് 479 പാക്ക്. മുന്നേ നമ്മൾ 56 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടി ചെയ്തിരുന്ന ഒരു പാക്കാണ് 479 എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കോളിങ്ങിന് മാത്രമായിട്ടുള്ള റീചാർജ് പ്ലാൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ 479 നമ്മൾ മാറി ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ കൂടെ നമുക്ക് പിന്നീട് ആഡ് ഓൺ ഡെയിലി ലിമിറ്റ് പാക്കുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആഡ് ഓൺ പാക്കുകൾ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.